കൊത്തി ഒടുവിൽ മുറത്തിൽ കയറി കൊത്താനുള്ള കെട്ടിപ്പുറപ്പാടിലേക്കാണ് ഇപ്പോൾ CPM-ഉം അവരുടെ കീ കൊടുത്ത പാവയെ പോലെ പ്രവർത്തിക്കുന്ന പോലീസും നീങ്ങുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ പുതിയ അധ്യായമാണ് പണ്ടേ പാലക്കാടും വടകരയും കേന്ദ്രീകരിച്ചുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കുറച്ചുകൂടെ അരങ്ങുവാഴുകയാണ്. പാലക്കാട് പണ്ടേ നമ്മൾ പറയുന്നതാണ് BJP-യും CPM-ഉം തമ്മിലുള്ള ആ അന്തർധാരയെ കുറിച്ച്. CJP എന്ന രാഷ്ട്രീയ പാർട്ടിയായ പുതിയൊരു മാറ്റത്തെക്കുറിച്ച്. ഇന്നലെ പൊതിച്ചോറുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ DYFI ഇരച്ചു കയറിയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ന് അടുത്ത തിരക്കഥയുമായി മറ്റൊരു കൂട്ടർ ഇവരോടൊപ്പം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. പാലക്കാട്ടെ BJP-ക്കാരാണത്. വടകരയുടെ കരുത്തുറ്റ പോരാളി ഷാഫി പറമ്പിലിനെ പൂട്ടാൻ നോക്കി കളം പിടിക്കാനാണ് ഇവരുടെ അടുത്ത നീക്കം. ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് BJP-യുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ ചോദിക്കുന്നത് വടകരയിൽ ഏത് ഫ്ളാറ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് എന്നാണ്. മാങ്കൂട്ടത്തിന് സ്വന്തമായി വടകരയിൽ ഫ്ളാറ്റ് ഒന്നും ഇല്ലല്ലോ, അങ്ങനെയെങ്കിൽ അത് ഷാഫിയുടേതാണ് എന്നാണ് ഇവരുടെ പുതിയ കണ്ടെത്തൽ. വടകരയിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ തങ്ങളുടെ MP-ക്ക് അവിടെ താമസിക്കാൻ ഒരു ഇടമുണ്ട് എങ്കിൽ അത് ഷാഫിയുടേതാണ്. ആ മണ്ഡലത്തോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമാണ്. അവിടെ തന്നെ തന്റെ രാഷ്ട്രീയ സഹപ്രവർത്തകനും സുഹൃത്തുമായ രാഹുൽ വന്നാൽ അതിൽ BJP-ക്ക് എന്താണ് ഇത്ര വേവലാതി എന്ന് ചോദിക്കുന്നവരുണ്ട്. രാഹുലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത് ഷാഫിയാണ് എന്നും അതുകൊണ്ട് രാഹുലിന്റെ എല്ലാ നീക്കങ്ങൾക്കും ഷാഫിയാണ് ഉത്തരവാദി എന്നും പറഞ്ഞു പരത്തി കോൺഗ്രസിലെ കരുത്തുറ്റ ജനപ്രിയനായ നേതാവായ ഷാഫിയുടെ തല കൊയ്യാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നത്. ഷാഫി പറമ്പിലിനെ പൂട്ടാൻ തന്നെയാണ് BJP-യും CPM-ഉം ഒരേ തൂവൽ പക്ഷികളെ പോലെ ഇപ്പോൾ സംസാരിക്കുന്നതും. രാഹുലിനെതിരെ പോലീസ് നീക്കം നടത്തിയപ്പോൾ അതിന് അകമ്പടി സേവിച്ചതും BJP-ക്കാരായിരുന്നു. ഇപ്പോൾ ഷാഫിയെ ലക്ഷ്യം വെച്ച് BJP ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ പിണറായിയുടെ പോലീസ് അത് ഏറ്റുപിടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയുമാണ്. ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ ഇവർക്ക് അത്രയ്ക്കും ഭയമാണ്. നിയമസഭയിലും പുറത്തും സർക്കാരിന്റെ അഴിമതിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഷാഫിയെ തളക്കാൻ വടകരയിലെ ഫ്ളാറ്റിന്റെ കഥയുമായി വന്നാൽ അത് വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാകും എന്നേ പറയാനുള്ളൂ. ഈ വ്യാജ ആരോപണങ്ങളൊന്നും തന്റെ രോമത്തിൽ പോലും തൊടില്ല എന്ന് തന്നെയാണ് ഷാഫി ഉറപ്പിച്ചു പറയുന്നത്. ഷാഫിക്കെതിരെ പുതിയ ആരോപണവുമായി വന്ന BJP പാലക്കാട് അധ്യക്ഷന്റെ വീഡിയോ ഒന്ന് കാണാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് FIR-ഉമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായ ഒരു പരാമർശം വന്നിട്ടുണ്ട്. വടകരയിലെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വടകരയിൽ ആർക്കാണ് ഫ്ലാറ്റ് ഉള്ളത്, വടകരയിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ക്ഷണിച്ചിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസിൻ്റെ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിജീവിതമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് മുഴുവൻ കോൺഗ്രസ് പാർട്ടി മാപ്പ് പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നതാണ് ഇന്നലത്തെ പുതിയ പരാതിയോടുകൂടി ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നത്. ഇതുപോലൊരു സൈക്കോപാത്തിനെ സംരക്ഷിച്ചു നിർത്തുകയും അദ്ദേഹത്തിന് നിരവധിയായ സ്ഥാനമാനങ്ങൾ നൽകുകയും നിരവധിയായ പരാതികൾ രാഹുലിനെതിരെ ഉയർന്നു വന്ന സമയത്തും അദ്ദേഹത്തെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കി, അദ്ദേഹത്തെ പാലക്കാട് നിയമസഭാ സീറ്റ് നൽകി. ഇത്തരത്തിൽ പാലക്കാട്ടെ ജനങ്ങളെ വഞ്ചിച്ച് കേരളത്തെ മുഴുവൻ സ്ത്രീജനങ്ങളോടും മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. ഇനിയും MLA സ്ഥാനത്ത് ഒരു നിമിഷം പോലും രാഹുൽ നിൽക്കുവാൻ അർഹനല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചേ പറ്റൂ എന്നാണ് BJP-ക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്. രണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് FIR-ഉമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായ ഒരു പരാമർശം വന്നിട്ടുണ്ട്. വടകരയിലെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വടകരയിൽ ആർക്കാണ് ഫ്ലാറ്റ് ഉള്ളത്, വടകരയിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ക്ഷണിച്ചിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസിൻ്റെ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിജീവിതമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. രാഹുല് വടകരയിലോട്ട് ക്ഷണിക്കണമെങ്കിൽ രാഹുലിന് വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടോ? അദ്ദേഹം നൽകിയ സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സത്യവാങ്മൂലം നൽകിയതിൽ വടകരയിൽ രാഹുലിന് ഫ്ലാറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ഇവരെ ക്ഷണിച്ചത്, വടകരയിൽ ആരാണ് രാഹുലിനെ സംരക്ഷിക്കാനായിട്ടുള്ളത് എന്ന് പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. രണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്തിക്സ് കമ്മിറ്റിയിലേക്ക്
ഈ വിഷയം വിടേണ്ടതുണ്ടോ എന്ന് ഇതിനെക്കുറിച്ച് പഠിക്കും എന്നുള്ളതിൻ്റെ നിയമവശങ്ങൾ പഠിക്കുമെന്നാണ് ആരാധ്യനായ സ്പീക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, ഈ എത്തിക്സ് കമ്മിറ്റിക്കകത്ത് UDF-ൻ്റെയും LDF-ൻ്റെയും MLA-മാർ ഇതിനകത്തുണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ MLA-മാരുണ്ട്, CPM-ൻ്റെ MLA-മാരുണ്ട്. ഇവർ ഈ വിഷയത്തിൽ എന്താണ് നിലപാടെടുക്കുന്നത് എന്ന് വ്യക്തമാക്കുവാൻ തയ്യാറാവണം. ഇതിനകത്ത് രാഹുലിനെ പുറത്താക്കണം എന്നുള്ളതാണ് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം ആവശ്യപ്പെടാനായിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച രീതിയിലാണോ ഈ എത്തിക്സ് കമ്മിറ്റി തീരുമാനം എടുക്കേണ്ടത്, അതിന് വിരുദ്ധമായിട്ടാണോ എടുക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ എത്തിക്സ് കമ്മിറ്റിക്ക് അകത്തുള്ള കോൺഗ്രസിൻ്റെ MLA-മാർ രാഹുലിനെ സഹായിക്കുന്ന സമീപനമാണോ അതിനകത്ത് എടുക്കുന്നത് എന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്.